വെൽക്കം ടു CMA ഫോക്കസ്. ഇന്ന് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ നിന്നും ഒരു പ്രോബ്ലമാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇല്ലുസ്ട്രേഷൻ 23. ഈ ഇല്ലുസ്ട്രേഷൻ 23യുടെ ലാസ്റ്റ് പാരഗ്രാഫ് the company wanted to change the method of depreciation from diminishing balance method to straight line method. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ചേഞ്ച് ഓഫ് മെത്തഡ് ഓഫ് ഡിപ്രീസിയേഷൻ ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, അത് മനസ്സിലാക്കണം. ഇനി ഇവിടെ ആദ്യത്തെ പാരഗ്രാഫിൽ ഒരു 9,72,000 rupees തന്നിട്ടുണ്ട്. ഇതാണ് ഡെബിറ്റ് സൈഡ് ഓഫ് മെഷീനറി അക്കൗണ്ട്. അതായത് ഇതൊരു റിട്ടേൺ ഡൗൺ വാല്യൂ ആണ്. ഡെബിറ്റ് സൈഡിൽ കാണുന്ന ഒരു എമൗണ്ട് ആണ് ഇത് തന്നിട്ടുള്ളത്, 9,72,000 rupees. സെക്കൻഡ് പാരഗ്രാഫിൽ ഡ്യൂറിംഗ് ദ ഇയർ 2013 മെഷീനറി പർച്ചേസ്ഡ് ഓൺ 1st January 2011 for 80,000 was sold to for ₹45,000 on 1st July 2013. അപ്പം ഇതിൽ മനസ്സിലാക്കേണ്ടത് ഈ ഒരു 9,72,000 എന്ന് പറയുന്ന ഈ എമൗണ്ട് ആക്ച്വലി ഇറ്റ് കംപ്രൈസസ് ഓഫ് 2 മെഷീനറി. ഇവിടെ ഒരു മെഷീനറി വാങ്ങിച്ചത് എന്നാണ് 1st January 2011 അത് 80,000 rupees ആണ്. 80,000 rupees കൊടുത്തിട്ട് ഒരു മെഷീനറി വാങ്ങിച്ചു. എന്ന് വാങ്ങിച്ചു? 1st January 2011 വാങ്ങിച്ചു. ഓക്കെ, അപ്പം മറ്റൊരു, അതായത് നമുക്ക് ആ ഒരു മെഷീന് നമുക്കൊരു M2 എന്ന് വേണമെങ്കിൽ പറയാം. M2 എന്ന് പറയുന്നത് അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 80,000 ആണ്. അപ്പം ഈ ഒരു 9,72,000 എന്ന് പറയുന്നത് 2 മെഷീനറിയാണ്. ഇവിടെ ഈ M1 എന്ന് പറയുന്ന മെഷീനറി എന്ന് വാങ്ങിച്ചു എന്ന് ഈ പ്രോബ്ലംസിൽ പറയാത്തത് കൊണ്ട് നമുക്ക് അസ്യൂം ചെയ്യാം ഈ 2 മെഷീനറിയും വാങ്ങിച്ചത് 1st January 2011 നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇതൊരു മെത്തേഡ് ഓഫ് ചേഞ്ച് ഓഫ് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ആയതുകൊണ്ട് നമുക്ക് ഒരു ഓൾറെഡി നമ്മൾ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തതെങ്കിൽ ഇനിയും മുതൽ, അതായത് 2013 മുതൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലേക്ക് പോകാൻ പറ്റില്ല. നമ്മളിവിടെ ചെയ്യേണ്ടത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ നിന്നും സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ല. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ചില അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മളിവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മളിപ്പം നോക്കുന്നത്. ഇവിടെ ഈ M2 എന്ന മെഷീൻ 2013 എന്തായി, അത് വിൽക്കുകയാണ് ചെയ്തത്. അപ്പം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ഈ ഒരു മെഷീനറിക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഇപ്പൊ ബിസിനസ്സിലില്ല. അപ്പം ഈ M1 എന്ന് പറയുന്ന മെഷീനറി, ഇപ്പം M1 എന്ന മെഷീനറിയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ഇതിലാണ് നമുക്ക് ഈ ഒരു എഫക്ട്, ഈ ഒരു ചേഞ്ച് ഓഫ് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷന്റെ എഫക്ട് കൊടുക്കേണ്ടത് M1 മാത്രമാണ്. ബിക്കോസ് ഇറ്റ് ഇസ് സ്റ്റിൽ ഇൻ ദ ബിസിനസ്, റൈറ്റ്? ഇത് അങ്ങനെ ഒരു എഫക്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് M1ന്റെ ആക്ച്വൽ കോസ്റ്റ്, അതായത് പർച്ചേസ് ചെയ്തത് ഏത് കോസ്റ്റിലാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ആ ഒരു എഫക്ട് ഓഫ് ചേഞ്ച് ഓഫ് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പം M1 നമുക്ക് എന്താ അറിയില്ല. ഇത് M1ന്റെ കോസ്റ്റ് കാണാൻ നമുക്ക് ചെറിയൊരു ഫോർമുലയുണ്ട്, അത് നമുക്ക് നോക്കാം. ഇവിടെ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദി മെഷീനറി ആസ് ഓൺ 1st January 2011. ഈ ഒരു ചെറിയൊരു ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ആക്ച്വൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഒന്നാമത്തെയാണ് WDV is equal to cost 1 minus R divided by 100 all raised to n. സോ ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് നമുക്ക് 2011 ആ M1 എന്ന് പറയുന്ന മെഷീനറി എത്രയാണ് കോസ്റ്റ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ WDV ഓൾറെഡി ഇത് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. 1 മൈനസ് R എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അത് 10% നമുക്ക് തന്നിട്ടുണ്ട്. 10%. WDV 9,72,000. നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത്
ഈ ഒരു മെഷീനറി വാങ്ങിച്ച അത് നമ്മൾ എന്നാണ് ഇത് വാങ്ങിച്ചത്? 1st January 2011 നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഈ M1 എന്ന മെഷീനറി 1st January 2011 വാങ്ങിച്ചതെന്ന് അസ്യൂം ചെയ്യുകയാണ്. അന്നു മുതൽ ഇന്ന് വരെ, അതായത് ഇൻ ദ ബിഗിനിങ് ഓഫ് ദിസ് ഇയർ, ടിൽ ദ ബിഗിനിങ് ഓഫ് ദിസ് ഇയർ, നമ്മളിപ്പം കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2013 31st December 2013 ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അല്ലെങ്കിൽ മെഷീനറി അക്കൗണ്ട് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടിൽ ദ ബിഗിനിങ് ഓഫ് 2013 എന്ന് പറയുന്നത് എന്താണ്? 1st January 2013. അതുവരെ എത്ര വർഷം ഉണ്ടെന്ന് നോക്കുക. അതാണ് N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. അപ്പം 1st January 2011 ടു 1st January 2013 അറൌണ്ട് 2 ഇയർ, 2 വർഷങ്ങളുണ്ട്. അതായത് 1st January 2011 ടു 31st December 2011, പിന്നെ 1st January 2012 ടു 31st December 2012. അങ്ങനെ 2 വർഷങ്ങളുണ്ട്. അപ്പം N എന്ന് പറയുന്നത് 2 വർഷം എന്ന് കണ്ടുപിടിച്ചു. പിന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാണ്. 9,72,000 ഈസ് ഈക്വൽ ടു കോസ്റ്റ് 1 മൈനസ് 10 ഡിവൈഡഡ് ബൈ 100 റേസ് ടു N. സോ ഇങ്ങനെയാണ് കാൽക്കുലേഷൻ പോകുന്നത്. നമുക്ക് എത്ര കിട്ടി? കോസ്റ്റ് ഈസ് ഈക്വൽ ടു 12 lakh rupees കിട്ടി. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 12 lakh rupees കിട്ടി. ഈ 12 lakh rupees എന്ന് പറയുന്നത് 2 മെഷീനാണോ? M1 ഉം M2 ആണ്. നമുക്ക് M2ന്റെ കോസ്റ്റ് നമുക്കറിയാം 80,000. ഇത് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പം 80,000 അതായത് 12 lakh മൈനസ് 80,000 നമുക്ക് M1ന്റെ കോസ്റ്റ് കിട്ടി 11,20,000 rupees. ഓക്കെ, അത് 11,20,000 rupees എങ്ങനെ കിട്ടിയത്? 12 lakh മൈനസ് 80,000 ഓൾറെഡി ഇത് തന്നിട്ടുണ്ട്, നമ്മുടെ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. അപ്പം M1ന്റെ കോസ്റ്റ് ആണ് വളരെ എളുപ്പമാണ്. 12 lakh മൈനസ് 80,000 നമുക്ക് 11,20,000 rupees കോസ്റ്റ് ആയിട്ട് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്കിവിടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് M2-നല്ല, നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് M1-നാണ്. ബിക്കോസ് M2 നമ്മളിവിടെ വിറ്റിരിക്കുകയാണ്. 2013 M2 വിറ്റിരിക്കുകയാണ്. ദിസ് M2 മെഷീനറി ഈസ് നോ മോർ ഇൻ ദ ബിസിനസ്. സോ നമുക്ക് അടുത്ത സെക്കൻഡ് വർക്കിംഗ് നോട്ട് എന്ന് പറയുന്നത് നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേഷൻ ഫോർ ഡിപ്രീസിയേഷൻ അണ്ടർ DBM ആൻഡ് SLM. കാരണം എത്ര എമൗണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് നമുക്ക് ആദ്യം അറിയേണ്ടത് DBM-ല് അല്ലെങ്കിൽ SLM-ല് രണ്ട് ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് നമ്മൾ അറിയണം. ഇപ്പോൾ രണ്ടാമത്തെ ഒരു വർക്കിംഗ് നോട്ട് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ അണ്ടർ DBM ആൻഡ് SLM. നമ്മൾ 1st January 2011 കോസ്റ്റ് ഓഫ് M1 മെഷീൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 11,20,000. DBM-ലും SLM-ലും 11,20,000 ആണ്. 11,20,000 ആണ്. 31st March 2011 ഡിപ്രീസിയേഷൻ ഇത് 10% ആണ്. DBM 10% ആണ്, ഇതും 10% ആണ്. 10% 1,12,000 1,12,000. അപ്പം ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിലാണെങ്കിൽ ശരി, SLM-ലാണെങ്കിൽ ശരി, ഫസ്റ്റ് ഇയർ ഓൾവേസ് എന്താണ് ഡിപ്രീസിയേഷൻ ഈക്വൽ ആയിരിക്കും. പിന്നെ WDV ഓൺ 1st January 2012 എന്ന് പറയുന്നത് 10,08,000 and 10,08,000 സെയിം ആണ്. 31st March 2012 ഡിപ്രീസിയേഷൻ എങ്ങനെ ചാർജ് ചെയ്യുന്നു? ഇത് 10%. അപ്പം ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ 10% ഓൺ 10,08,000 നമുക്ക് 10,800 കിട്ടി. 1,08,000 കിട്ടി. SLM-ല് ഓൾവേസ് എല്ലാ ഇയറും എന്താണ് ഡിപ്രീസിയേഷൻ എമൗണ്ട് സെയിം ആയിരിക്കും. ബിക്കോസ് ഇത് സ്റ്റേറ്റ് ലൈൻ മെത്തേഡ് ആണ്. എല്ലായ്പ്പോഴും ഡിപ്രീസിയേഷൻ എമൗണ്ട് സെയിം ആയിരിക്കും. അപ്പോൾ 1,12,000. അപ്പം 1st January 2013 നമ്മുടെ WDV എന്ന് പറയുന്നത് 9,72,000 ആണ് അണ്ടർ DBM. അതുപോലെ SLM-ല് 8,96,000 ആണ്. 8,96,000 ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ എത്രത്തോളമാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് നോക്കണം. അതാണ് മൂന്നാമത്തെ വർക്കിംഗ് നോട്ട് എന്ന് പറയുന്നത്. ബാലൻസ് ടു ബി അഡ്ജസ്റ്റഡ് ഇൻ 2013
to change from DBM to straight line method. ഇവിടെ total depreciation under the new method. Here നമുക്ക് ചെറിയൊരു തിരുത്തുണ്ട്. Old method minus new method. Old method എന്ന് പറയുന്നത് എന്താണ്? Old method under DBM, new method എന്ന് പറയുന്നത് SLM ആണ്. അപ്പം ഓൾഡ് മെത്തേഡിൽ നമ്മൾ എത്രയാണ് നമ്മുടെ ഡിപ്രീസിയേഷൻ? ഓൾഡ് മെത്തേഡ് എന്നത് DBM അല്ലേ, 1,12,000 1,12,000 1,08,000 നമുക്ക് എത്ര കിട്ടി? 2,12,800 കിട്ടി. 2,12,800 അതൊന്ന് റീറൈറ്റ് ചെയ്യണം. 2,12,800 മൈനസ് അണ്ടർ ന്യൂ മെത്തേഡ്. അവർ ന്യൂ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? SLM ആണ്. 1,12,000 പ്ലസ് 1,12,000 നമുക്ക് 2,24,000 rupees കിട്ടി. സോ ഈസ് ഈക്വൽ ടു മൈനസ് 11,200 നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇത്ര എമൗണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അടുത്തത് നാലാമത്തെ വർക്കിംഗ് നോട്ട്. ഈ ഒരു മെഷീനറി നമ്മൾ M2 മെഷീനറി ഓൺ 1st July 2013 വിറ്റു. ആ ഒരു മെഷീനറി വിറ്റത് പ്രോഫിറ്റിലാണോ അല്ലെങ്കിൽ എന്താ പറയാ നഷ്ടത്തിലാണോ എന്നറിയണം. ഇപ്പോഴത്തെ അതിന്റെ ഒരു റിട്ടേൺ ഡൗൺ വാല്യൂ മനസ്സിലാക്കണം. അതിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 80,000 ആണ്. ഓൾറെഡി നമ്മുടെ കോസ്റ്റ് തന്നിട്ടുണ്ട്. ലെസ് ഡിപ്രീസിയേഷൻ ഓൺ 2011 80,000 ബിക്കോസ് ഇത് 10% ആണ്. 10%. ഓക്കെ, പിന്നെ ലെസ് ഡിപ്രീസിയേഷൻ 2012 ഇതിന്റെ 12% 7,200. സോ WDV ഓൺ 1st January 2013 എന്ന് പറയുന്നത് 64,800 ആണ്. 64,800 ആണ്. ഇത് പ്രോഫിറ്റ് ആണോ നഷ്ടം ലാഭമാണോ എന്നറിയാന് എന്തറിയണം? അതാണ് അഞ്ചാമത്തെ വർക്കിംഗ് നോട്ട്. ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി ഹാസ് ബീൻ കമ്പ്യൂട്ടറൈസ്ഡ് ആസ് അണ്ടർ WDV. ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ് 64,800. നമ്മൾ 1st July നമ്മൾ ഈ മെഷീനറി വിട്ടു. അതുവരെയുള്ള, അതായത് 1st January 2013 മുതൽ 1st July 2013 വരെ ഉള്ള ഡിപ്രീസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യണം. അതായത് 6 months ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. എത്ര പെർസെന്റ് ആണ് ഡിപ്രീസിയേഷൻ? 10% ആണ്. സോ 10% ഓഫ് 64,800 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 12 നമുക്ക് 3,240 കിട്ടി. അപ്പം ഇപ്പോഴത്തെ ഒരു WDV എന്ന് പറയുന്നത് 61,560 rupees ആണ്. നമ്മൾ എത്ര രൂപയ്ക്കാണ് വിറ്റത്? 45,000 വിറ്റു. ഇപ്പം നമുക്ക് ലോസ് എന്ന് പറയുന്നത് 16,560 ആണ്. അപ്പം സെയിൽസ് പ്രൈസ് ഈസ് ലെസ് ദാൻ ദി കോസ്റ്റ്. സോ നമുക്ക് എന്ത് കിട്ടി? ലോസ് കിട്ടി, 16,560. ഇനി നമുക്ക് എങ്ങനെയാണ് മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഇതാണ് മെഷീനറി അക്കൗണ്ട്. ഇൻ ദ ബുക്സ് ഓഫ് റാം ലിമിറ്റഡ് മെഷീനറി അക്കൗണ്ട് വി ഹാവ് ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്. ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. റൈറ്റ്. ഇവിടെ ക്വസ്റ്റ്യനിൽ 1st January 2013 9,72,000 ഡെബിറ്റ് ബാലൻസ് തന്നിട്ടുണ്ട്. സോ ഡെബിറ്റ് സൈഡിൽ 1st January 2013 ടു ബാലൻസ് ബ്രോഡ് ഡൗൺ 9,72,000. ക്ലിയർ? പിന്നെ നമ്മള് ഒരു മെഷീനറി വിറ്റു, M1 മെഷീനറി വിറ്റു. ഓക്കെ, 9,72,000 നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്തു. ഡ്യൂറിംഗ് ദി ഇയർ 2013 മെഷീനറി പർച്ചേസ്ഡ് ഓൺ 1st January 2013 for ₹80,000 was sold to for ₹45,000 on 1st July 2013. So 1st July 2013 നമ്മൾ വിറ്റ മെഷീനറിക്ക് ആദ്യം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം.
ബൈ ഡിപ്രീസിയേഷൻ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതാണ് 3240. ഓൾറെഡി വർക്കിംഗ് നോട്ട്സ് നോക്കിയാൽ അറിയാം. നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു 3240. നമ്മളിത് ഈ മെഷീനറി വിറ്റപ്പോൾ എത്രയാണ്, എന്താണ് ജേർണൽ എൻട്രി? ബാങ്ക് അക്കൗണ്ട് ടു മെഷീനറി അക്കൗണ്ട്. സോ മെഷീനറി അക്കൗണ്ടിൽ ബൈ ബാങ്ക് എന്ന് കൊടുത്തിട്ട് 45,000 കൊടുത്തു. പിന്നെ ഇത് ലോസ് ആണെങ്കിൽ എന്താണ് ലോസ് അക്കൗണ്ട് ടു മെഷീനറി അക്കൗണ്ട്, അതാണ് ജേർണൽ എൻട്രി. സോ ബൈ ലോസ് ഓൺ സെയിൽ ഇതും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ് 16,560. ഓക്കെ, അടുത്തത് നമ്മുടെ M1 മെഷീനറിക്ക് ഡിപ്രീസിയേഷൻ കൊടുക്കണം. ഡിപ്രീസിയേഷൻ ഫോർ ദി ഇയർ 2013 1,12,000 ബിക്കോസ് ഇത് DBM ആണ്. നമ്മുടെ കോസ്റ്റ് ഓഫ് ദി മെഷീനറി എന്ന് പറയുന്നത് എത്രയാണ്? 11,20,000 അല്ലേ. അപ്പം എല്ലാ വർഷവും നമ്മൾ 1,12,000 റുപ്പീസ് നമ്മളിത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. കാരണം ഇത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണ്, അതുകൊണ്ട് എല്ലാ വർഷവും ഒരേ ഡിപ്രീസിയേഷൻ ആയിരിക്കും ചാർജ് ചെയ്യേണ്ടത്. അതുകൊണ്ട് 1,12,000 റുപ്പീസ് നമ്മൾ കൊടുത്തു. അതുപോലെ തന്നെ നമ്മളൊരു പുതിയൊരു മെഷീനറി വാങ്ങിച്ചു അല്ലെ. ന്യൂ മെഷീനറി at a cost of rupees 1,50,000 was purchased and installed on the same date. Installation charges being 80,000. ഈ ഇൻസ്റ്റലേഷൻ ചാർജസ് നമ്മളിവിടെ ക്യാപിറ്റലൈസ് ചെയ്യണം. അതായത് 1,50,000 ക്യാപിറ്റലൈസ് ചെയ്യണം. റൈറ്റ്. അങ്ങനെ ഒരു മെഷീനറി വാങ്ങിക്കുമ്പോൾ, അതായത് 1 ജൂലൈ 2013 ഒരു മെഷീനറി വാങ്ങിച്ചപ്പോൾ മെഷീനറി അക്കൗണ്ട് ഡയറക്റ്റ് ടു ബാങ്ക് അക്കൗണ്ട്. സോ ടു ബാങ്ക് അക്കൗണ്ടിൽ മെഷീനറിയിൽ ടു ബാങ്ക് അക്കൗണ്ട് ടു 1,58,000. ഈ മെഷീനറിക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ വി നീഡ് ടു ചാർജ് ഡിപ്രീസിയേഷൻ. അതായത് 31st ഡിസംബർ 2013 നമ്മളിത്, അതായത് 6 months, അതായത് ഇത് വാങ്ങിച്ചത് 1 ജൂലൈ 2013 ആണ്. അപ് ടു 31st ഡിസംബർ 2013 6 months ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം ഫോർ ദ ന്യൂ മെഷീനറിക്ക്. അതായത് 7,900 ആണ്. പിന്നെ നമ്മളിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 11,200 റുപ്പീസ് നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതുവരെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തത് 2,12,800 രൂപയാണ്. നമ്മൾ ആക്ച്വലി അക്കോർഡിംഗ് ടു ദ ന്യൂ മെത്തേഡ് നമ്മൾ ചാർജ് ചെയ്യേണ്ടത് എത്രയായിരുന്നു? 2,24,000 ആണ് ചാർജ് ചെയ്യേണ്ടത്. ഇറ്റ് മീൻസ് നമ്മളിവിടെ അണ്ടർ ചാർജിനാണ് ചെയ്തത്. നമ്മൾ കുറച്ചേ ഇതുവരെ ചാർജ് ചെയ്തിട്ടുള്ളൂ. ഇതൊരു അണ്ടർ ചാർജിനാണ്, അല്ലെങ്കിൽ ലെസ് എന്ന് വേണമെങ്കിൽ പറയാം, വാല്യൂസ് ലെസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇത് അണ്ടർ ചാർജിലാണെങ്കിൽ, അതായത് ഓൾറെഡി നമ്മൾ ചാർജ് ചെയ്യേണ്ടതിനേക്കാളും കുറവാണെങ്കിൽ അത് നമ്മൾ അണ്ടർ ചാർജ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് ജേർണൽ എൻട്രിയാണ് ഉപയോഗിക്കേണ്ടത്? അണ്ടർ ചാർജ് ആണെങ്കിൽ, ഇഫ് ഡെഫിസിറ്റ് ആണെങ്കിൽ, ഈ വാല്യൂ ഈസ് ലെസ് ആണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ടു അസറ്റ് അക്കൗണ്ട്. വാല്യൂ മോർ ആണെങ്കിൽ എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്? ഈ സർപ്ലസ് ആണെങ്കിൽ അസറ്റ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ഇവിടെ ശ്രദ്ധിച്ചറിയാം, നമ്മൾ ഓൾഡ് മെത്തേഡിൽ 2,12,800 റുപ്പീസ് നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട്. അണ്ടർ ദ ന്യൂ മെത്തേഡിൽ നമ്മൾ ചാർജ് ചെയ്യേണ്ടത് എത്രയാണ്? 2,24,000 ആണ്. ഈ 2,24,000 ഇവിടെ ഓൾറെഡി ചാർജ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണ്. അല്ലെങ്കിൽ 2,12,000 ഇപ്പൊ ചാർജ് ചെയ്യുന്നതിനേക്കാൾ കുറവാണെങ്കിൽ എന്താണ്? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ടു അസറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. ഇത് അണ്ടർ ചാർജ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് മെഷീനറി അക്കൗണ്ടിൽ ബൈ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് 11,20,000. ഇത് അണ്ടർ ചാർജ് ആണ്. ഇത് അണ്ടർ ചാർജ്. സപ്പോസ് ഇഫ് ഇറ്റ് ഇസ് ഇതൊരു ഓവർ ചാർജ് ആണെങ്കിൽ ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പറഞ്ഞ് ഇവിടെ കൊടുക്കേണ്ടി വരും അങ്ങനെ. ഓക്കെ, എന്നിട്ട് ഏറ്റവും കൂടിയിരിക്കുന്നത് എവിടെയാണ്? 11,30,000. 11,30,000 ഇവിടെ കൊടുക്കുന്നു. ഇവിടെ ബാലൻസ് ക്യാരി ഡൗൺ M1 എന്ന മെഷീൻ
നമ്മൾ 9,07,200 ഏതൊരു ടേൺ ഡൗൺ വാല്യൂ ആണ്. വർക്കിംഗ് നോട്ട്സ് 9,07,200 മൈനസ് ഇപ്പോഴത്തെ ഡിപ്രീസിയേഷൻ 1,12,000 മൈനസ് ഇപ്പം ഈ അഡ്ജസ്റ്റ് ചെയ്ത എമൗണ്ട് 11,200. സോ നമുക്ക് 7,84,000 കിട്ടി. M2 മെഷീൻ ഇപ്പം ബിസിനസ്സിലില്ല, ഇത് നില്ലാണ്. M3 മെഷീൻ കോസ്റ്റ് എന്ന് പറയുന്നത് 1,58,000 ആണ്. 1,58,000 മൈനസ് ഡിപ്രീസിയേഷൻ 7,900. സോ 1,50,100.